ഞങ്ങൾ സാധാരണ ഷോപ്പിങ്ങിന് പോവുക രാത്രിക്കാണ് കേട്ടോ, കാരണം കെട്ടിയവൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു സമയമാവും കേട്ടോ. അപ്പോൾ എന്തായാലും മോളെ വേഗം ഒന്ന് റെഡിയാക്കി താഴെ ആൻറ്റിയുടെ അടുത്ത്, നമ്മൾ ഓണർ ആൻറ്റി താഴെ ഉണ്ടോ താമസിക്കുന്നത്, അപ്പോൾ ഫ്ലാറ്റിൻ്റെ താഴത്തെ വീട്ടിൽ ആക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ചെറുതിനെ കൊണ്ടാണ് കേട്ടോ പോകുന്നത്. ചെറുത് കുറച്ച് കരച്ചിലും ബഹളമൊക്കെ ആയതുകൊണ്ട് അതിനെ കൊണ്ടുപോകാതെ വേറെ വഴിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ബത്തേരിയിലെ 7 ഡേയ്സിലാണ്. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ എനിക്കിവിടെ പോകുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇവിടെ ആകുമ്പോൾ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കിട്ടും. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര റിലാക്സിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് സുഡിയോയിൽ സെയിൽ നടക്കുന്നത് കണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാം രാവിലെ തൊട്ട് ആൾക്കാർ വാരി വലിച്ചിട്ടിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോന് നല്ല കളിയാണ്. അപ്പം ഞാൻ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 3 മക്കൾക്കുള്ള ടീഷർട്ടും പാൻറ്റും അങ്ങനെ ഒത്തിരി സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓഫർ പ്രൈസിന് കിട്ടുമ്പോൾ നല്ല ലാഭമാണ്. അപ്പോൾ എന്തായാലും ഇതേ അതൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ബില്ലാക്കിയിട്ട് നേരെ നമ്മൾ 7 ഡേയ്സിൽ ഇപ്പോൾ നമ്മൾ മെയിൻ ഉദ്ദേശം അതായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ അത് നടന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് മെയിൻ പീനട്ട് ബട്ടർ, അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് സമയമില്ലാത്തപ്പോൾ ബ്രെഡും പീനട്ട് ബട്ടറൊക്കെ കഴിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഇതേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ മോന് കുറച്ചൊന്ന് എന്താ പറയുക കരച്ചിൽ തുടങ്ങിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം മിൽക്കി ബാർ എടുത്ത് കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ തിരിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ ബൈക്കിലല്ലേ വന്നത്. അപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകാനായാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണല്ലോ പിന്നെ ഓട്ടോ കിട്ടിയത്, കാരണം അത്രയും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത വിശേഷമായിട്ട് കാണാം. ബൈ.